സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ UDFന് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഒന്ന് എറണാകുളം ജില്ലയും മറ്റൊന്ന് മലപ്പുറം ജില്ലയായിരിക്കും. ഇതിൽ തന്നെ ഏറ്റവും വലിയ നേട്ടം LDFനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നേട്ടം ഉണ്ടാകാൻ പോകുന്നത് 16 സീറ്റുകളുള്ള മലപ്പുറത്താണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ്, UDFന്റെ കോട്ടയാണ്. പക്ഷേ LDFന് ഒരുപാട് തവണ മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നു, വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇത്തവണ UDF നടത്തുക എന്നാണ് നമുക്ക് ഗ്രൗണ്ടിലെ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. മുമ്പ് TK ഹംസ ജയിച്ചിരുന്നു മഞ്ചേരി, അന്നത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ കോൺഗ്രസ്സുകാരനായ TK ഹംസയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിക്കാൻ കുറ്റിപ്പുറത്ത് അന്ന് KT ജലീലിന്, മുൻ യൂത്ത് ലീഗുകാരനായ KT ജലീലിന് കഴിഞ്ഞിരുന്നു. തിരൂരിൽ, ഇന്നത്തെ തിരൂരല്ല, കുറച്ച് മുമ്പുള്ള, അതായത് 2009 പുനഃസംഘടനയ്ക്ക് മുമ്പുള്ള 2006 തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ CPMന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. പെരിന്തൽമണ്ണ CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. മങ്കടയിൽ CPMന്റെ പിന്തുണയിൽ മഞ്ഞളാംകുഴി അലി LDF സ്വതന്ത്രനായിട്ട് ജയിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വലിയ ചലനങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു ചെല്ലാൻ CPMന് കഴിഞ്ഞിരുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അവർ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ നിരവധി മുസ്ലിം വ്യാപാര പ്രമുഖരെയൊക്കെ നിർത്തിക്കൊണ്ട് ചില സീറ്റുകൾ പിടിച്ചെടുക്കാനും ചില സീറ്റുകൾ ടഫ് ഫൈറ്റ് നൽകാനും CPMന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണത്തെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 16 സീറ്റിൽ CPMന് ഇപ്പോ പൊന്നാനി സീറ്റാണ് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്നത്. ബാക്കി സീറ്റുകളിലൊക്കെ തന്നെ CPMന്റെ സ്ഥിതി അവതാളത്തിലാണ്. 16ാമത്തെ സീറ്റും ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ P നന്ദകുമാർ, CITU സംസ്ഥാന സെക്രട്ടറിയും ദേശീയ ഭാരവാഹിയും ഒക്കെ ആയ P നന്ദകുമാർ ആയിരുന്നു പൊന്നാനിയിലെ MLA. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയിട്ട് സക്കീറിനെയാണ് ഇപ്പോൾ അവർ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്. അദ്ദേഹം നേരത്തെ PSC ചെയർമാനായിരുന്നു, ഹജ്ജ് വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് മുസ്ലിം വോട്ട് അദ്ദേഹത്തിന് കിട്ടാതിരിക്കരുത്, CPMന് കിട്ടാതിരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അവർ നന്ദകുമാറിനെ മാറ്റിയിട്ട് സക്കീറിനെ തന്നെ ആക്കുന്നത്. തൊട്ടു മുമ്പ് P ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു CPMന്റെ MLA. അതിനു മുമ്പ് പാലോളി മുഹമ്മദ് കുട്ടി ജയിച്ചു എന്നുള്ളതൊരു കാര്യമാണെങ്കിൽ പോലും CPMന്റെ പാർട്ടിയുടെ ഒരു കേന്ദ്രമായിട്ടാണ് പൊന്നാനി അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഇളക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. നേരത്തെ തന്നെ കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച KT ജലീൽ പിന്നീട് മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷം തവനൂരിലായിരുന്നു. അതായത് തിരൂർ മണ്ഡലത്തിലെ ചില ഭാഗങ്ങളും ഇപ്പോഴുള്ള കോട്ടക്കൽ മണ്ഡലം, നേരത്തെ കുറ്റിപ്പുറം മണ്ഡലത്തിലെ മറ്റു ചില ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് തവനൂർ മണ്ഡലം ഉണ്ടായത്. അതിനുശേഷമാണ് കോട്ടക്കൽ മണ്ഡലം വരുന്നത്. ഈ തവനൂർ മണ്ഡലത്തിലും കഴിഞ്ഞ തവണയും നേരിയ വോട്ടിനാണ് KT ജലീൽ ജയിച്ചത്. ഇത്തവണയും അവർക്കത് നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുപോലെ താനൂരിൽ മുൻ കോൺഗ്രസ്സുകാരനായ അബ്ദുറഹിമാൻ, അദ്ദേഹത്തിന് നേരിയ വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിക്കാൻ പറ്റിയത്. അത് 2016 അദ്ദേഹം അവിടെ നിന്നാണ് ജയിച്ചത്. പക്ഷെ കഴിഞ്ഞ തവണ നേരിയ വോട്ടിനാണ് ജയിക്കാൻ പറ്റിയത്. ഇത്തവണ താനൂർ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് CPMന് തിരൂരിൽ ജയിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ തിരൂരിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ തിരൂർ. ഇപ്പോൾ തിരൂര് എളുപ്പത്തിൽ UDFന് ജയിക്കാൻ പറ്റും. തിരൂരിൽ LDFന് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങൾ ചേർത്താണ് തവനൂർ മണ്ഡലം രൂപീകരിച്ചിരുന്നത്. പക്ഷെ തവനൂരിലും CPMന് LDFന് ഇത്തവണ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിലും നേരിയ വോട്ടിനാണ്, CPMന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് പെരിന്തൽമണ്ണ. അവിടെയും നേരിയ വോട്ടിനാണ് കഴിഞ്ഞ തവണ CPM പരാജയപ്പെട്ടത്. ലീഗാണ് കഴിഞ്ഞ തവണ ആ സീറ്റ് പിടിച്ചത്. ഇത്തവണയും ലീഗിന് തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. മങ്കട ഒരിക്കൽ മഞ്ഞളാംകുഴി അലിയെ കൊണ്ട് അവർ ജയിപ്പിച്ചാണ്. പക്ഷെ മഞ്ഞളാംകുഴി അലി CPMന്റെ ആളുകളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം തിരിച്ച് ലീഗിലേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് CPMന്, അതേപോലെ നിലമ്പൂരിൽ PV അൻവർ, അദ്ദേഹം അവിടുന്ന് 3 തവണ ജയിച്ചാണ്. അദ്ദേഹത്തെയും ഇനി അവർക്ക് പാർട്ടി കൈവിടേണ്ടി വന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത്. ഇത്തവണയും ജയിക്കാനുള്ള യാതൊരു സാധ്യതയും LDFനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ, ആ 16 മണ്ഡലത്തിലും
പൊന്നാനിയിൽ മാത്രമാണ് അല്പമെങ്കിലും CPM പ്രതീക്ഷയുള്ളത്. ബാക്കി മണ്ഡലങ്ങൾ മുഴുവൻ CPM തകരാൻ പോവുകയാണ്, അല്ലെങ്കിൽ UDF തൂത്തുവാരാൻ പോവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. വണ്ടൂർ UDF-ൽ തന്നെ കോൺഗ്രസിന് കൊടുത്ത സീറ്റാണ്. അവിടെ ഒന്നും യാതൊരു മത്സരവും കാര്യമായ മത്സരം നടക്കുന്നില്ല. വള്ളിക്കുന്നിൽ കാര്യമായ മത്സരം നടക്കില്ല, കൊണ്ടോട്ടിയിൽ കാര്യമായ മത്സരം നടക്കില്ല, ഏറനാട് കാര്യമായ മത്സരം നടക്കില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കല് കാര്യമായ മത്സരം നടക്കില്ല. അങ്ങനെ നോക്കുന്ന മലപ്പുറം ടൗണിൽ തീരെ മത്സരം നടക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങരയിൽ കാര്യമായ മത്സരം നടക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് മലപ്പുറത്ത് എന്തെങ്കിലും, അതേപോലെ തന്നെ തിരൂരങ്ങാടിയിൽ കാര്യമായ മത്സരം നടക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ കാര്യമായ മത്സരം നടക്കുന്നത് തവനൂരിലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ താനൂരിലും പൊന്നാനിയിലും. കടുത്ത മത്സരം ഉണ്ടായാൽ പോലും LDF മലപ്പുറം ജില്ലയിലെ 16 സീറ്റിലും തുടച്ചു നീക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.